അറക്കങ്കൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബോബി ഇക്കോലി, ഗ്രാമവികസന സമിതി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബോബി മണലധികാരി അച്ഛ, മറ്റുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛ, സ്നേഹമുള്ള പ്രിയ സഹോദരന്മാരെ, കോട്ടയം അതിരൂപതയുടെ ശതാബ്ദിയുടെ തിലകക്കുറിയായിട്ട് ഇപ്രകാരമുള്ള മനോഹരമായ ഒരു സെന്റർ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛനെയും അച്ഛന്റെ കുടുംബാംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒപ്പം ഈ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് രാപകൽ പരിശ്രമിച്ച ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ, നിങ്ങൾക്കറിയാം നമ്മുടെ അതിരൂപത ശതാബ്ദി പ്രവർത്തനങ്ങളുടെ എല്ലാം സെക്രട്ടറി ആയിട്ട് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ രാപകൽ അധ്വാനിക്കുന്ന സമയമാണ്. അതിനിടയ്ക്കാണ് ഈ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് സമയബദ്ധമായി തീർക്കുവാനായിട്ട് ആവശ്യമായ നേതൃത്വം അച്ഛൻ കൊടുത്തത്. ഈ ദിവസങ്ങളിൽ അച്ഛന്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ഇപ്രകാരം പണിതീർക്കുവാനായിട്ട് ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് വേദിയൊരുക്കുവാനായിട്ട് മൈക്കിൾ അച്ഛനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അച്ഛനെയും അച്ഛന്റെ സഹപ്രവർത്തകരായ എല്ലാവരെയും ഈ ദിവസത്തെ അവിസ്മരണീയമാക്കി മാറ്റുവാനായിട്ട് നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ഇവിടെ എത്തിയ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ അതിരൂപതയിലെ മനോഹരമായ ഒരു ക്രൈസ്തവ സാക്ഷ്യമാണ്. അതുകൊണ്ട് ഇതിൽ നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ ഇപ്പോൾ അമേരിക്കയിലെ ചിക്കാഗോ രൂപതയിലെ അഭിവന്യ അങ്ങാടിയത്തെ പിതാവിനോടൊത്താണ് പ്രവർത്തിക്കുന്നത്. അച്ഛൻ പറഞ്ഞല്ലോ, അഭിവന്യ അങ്ങാടിയത്തെ പിതാവും ഈ പ്രവർത്തനത്തിൽ നൽകുന്ന സഹകരണവും താല്പര്യവും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഒക്കെ ഏറെ പ്രശംസനീയമാണ്. പിതാവിന്റെ ആഗമനം നമുക്ക് വളരെയേറെ സന്തോഷം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ സമയപരിമിതി പോലെ ഞാനൊരു ചെറിയ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ തന്റെ പിതൃസ്വത്ത് ഇപ്രകാരമുള്ള ഒരു ദർശനത്തോടു കൂടി ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ സൂചിപ്പിച്ചതുപോലെ ഓൾ കേരള തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഇത് സംഭാവന നൽകിയതിൽ തീർച്ചയായും നമ്മൾ എല്ലാവരും അച്ഛനെ അഭിനന്ദിക്കുന്നുണ്ട്. അച്ഛന്റെ ഈ വലിയ സന്മനസ്സിനെ നമ്മളെ വളരെയേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ക്രൈസ്തവ സ്നേഹത്തിന്റെ വലിയൊരു മാതൃകയാണ്. ഈ മാതൃക നാം ഓരോരുത്തരും ഏറ്റെടുക്കുന്നതിലൂടെയാണ് നമ്മുടെ ഇവിടുത്തെ സാന്നിധ്യവും ഈ പ്രവർത്തനങ്ങളോടുള്ള നമ്മുടെ ആഭിമുഖ്യവും കൂടുതൽ പ്രകടമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ചിലരുകളിൽ ചിന്തിക്കും, ഇത്രയും വില കൂടിയ സ്ഥലവും അവിടെ ഇത്രമാത്രം പണം മുടക്കി കെട്ടിടമൊക്കെ പണിയാൻ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛനെ പോലെ ചുരുക്കം ചിലർക്കല്ലേ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അതേയുള്ളൂ. പക്ഷേ നമുക്കെല്ലാവർക്കും ആ മനസ്സുണ്ടാവുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഉപജ്ഞാതാക്കളാകുവാനായിട്ട് സാധിക്കും. അതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളെ അനുസ്മരിപ്പിക്കുവാനുള്ളത്. എത്രയോ വലിയ ഉന്നതമായ ചിന്തയാണ് ഈ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛന്റെ മനസ്സിൽ രൂപം കൊണ്ടത്. അത് എപ്രകാരമാണ് സഫലീകൃതമായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. സഹജീവികളോടുള്ള, സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്നാണ്, ആർദ്രതയിൽ നിന്നാണ് നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകുന്നത് എന്നുള്ള ബോധ്യം നമ്മൾ ഉറപ്പിക്കുവാനും ഓരോരുത്തർക്കും ആവുന്ന രീതിയിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും സഹജീവികളെ വിസ്മരിക്കാതെ, പ്രത്യേകിച്ചും സമൂഹത്തിൽ താഴേക്കിടയിലുള്ള എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കുന്ന, വിഷമിക്കുന്ന, ആകുലത അനുഭവിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ എല്ലാ ആളുകളെയും മനസ്സിൽ ചേർത്ത് സൂക്ഷിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മിൽ ഉണ്ടാവുക, നിലനിർത്തുക. അതാണ് ഈ സമരിറ്റൻ സെന്റർ നമ്മെ അനുസ്മരിപ്പിക്കുന്ന സത്യം എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ നാം എപ്പോഴെങ്കിലും ഈ സമരിറ്റൻ സെന്ററിന്റെ മുമ്പിലൂടെ കടന്നു പോവുകയോ ഇന്നത്തെ ഈ സംഭവത്തെ അനുസ്മരിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിലൂടെ ഉയരേണ്ട വികാരം ഇതാണ്: എന്റെയും ദൗത്യമാണ് ഇതെങ്ങനെ എനിക്ക് നിറവേറ്റുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ ഈ സമരിറ്റൻ സെന്റർ അനേകായിരം നന്മയുടെ ദീപങ്ങൾക്കുള്ള ഉറവിടമായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ നന്മ ഹൃദയത്തിൽ ഉദിക്കണമെങ്കിൽ അച്ഛൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി എന്താണ് അതിന് അടിസ്ഥാന കാരണം എന്ന്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ ധാരാളം മനുഷ്യ സ്നേഹ പ്രവൃത്തികൾ കാണുന്നുണ്ട്. പക്ഷേ അവയിൽ പലതിന്റെയും പിന്നിൽ മനുഷ്യ സ്നേഹമല്ല, സ്വയം സ്നേഹത്തിന്റെ മറ്റൊരു ആവിഷ്കാരമാണ്
കാണുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യസ്നേഹം പ്രകടമാകുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുവാകുന്ന മനോഭാവങ്ങളിലാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക. ദൈവം പന്തലിച്ച് കേരളത്തിൽ മുഴുവൻ ഈ സാഹോദര്യത്തിന്റെ മാധുര്യം പകരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അഭിവന്ദ പിതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് അഗാപ്പെ മധ്യവേദ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി ചിക്കാഗോ രൂപത മെത്രാപ്പോലീത്ത മാർ ജേക്കബ് അങ്ങാടി പിതാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധിഷ്ഠനായിരിക്കുന്ന അഭിനയ മധ്യ മർമ്മയുടെ മെത്രാപ്പോലീത്ത ജോസ്കെമാരി MP, Monsignor Kimeli, Kottayam District Police Metropolitan Shri Rajagopal Sir, Chicago രൂപതയിലെ വികാരികളാലും ഈ പ്രസ്ഥാനത്തിന്റെ പഞ്ചായത്തായിരിക്കുന്ന പ്രിയ മുത്തലധ്യക്ഷന്റെ പ്രിയ സഹോദരൻ ജേക്കബ് മുത്താലെ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട വൈദികരെ, വാർഡ് സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും അനുഗ്രഹീതമായൊരു അനുഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നാം എല്ലാവരും. സമരത്തിൻ റിസോഴ്സിന്റെ ഔദ്യോഗികമായി കൂതാശ ചെയ്യപ്പെട്ട് ദൈവ ശുശ്രൂഷയ്ക്കായിട്ടും ദൈവജനത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കുകയും അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തിരിക്കുന്ന സ്വർഗീയമായ മനോഹരമായ നിമിഷം. ഇതിനെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ലഭിച്ചതിൽ ഞാൻ നിങ്ങളോടൊന്ന് ചേർന്ന് ദൈവത്തിന് വളരെ പ്രത്യേകമായ രീതിയിൽ നന്ദി പറയുകയാണ്. കഴിഞ്ഞ വർഷം ഈ അവസരത്തിൽ ഇവിടെ വരുവാനും ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളുടെയും ജന്മ അവകാശം ലഭിച്ച ഈ സ്ഥലം ഈ സാമൂഹിക പ്രസ്ഥാനത്തിന് നൽകിക്കൊണ്ട് അവിടെ ഔദ്യോഗികമായി പ്രസ്ഥാനത്തിന് കല്ലിടുവാനും സാധിച്ച ആ സന്ദർഭത്തിലും പങ്കുപറ്റുവാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ കൂടി അനുസ്മരിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് ഇത്ര മനോഹരമായ രീതിയിലുള്ള ഈ വലിയ പ്രസ്ഥാനം വളർന്ന് വരുന്നതിൽ ബഹുമാനപ്പെട്ട വെട്ടിക്കരച്ചനെ അധികമായ താല്പര്യമെടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത് അച്ഛൻ്റെ വിസ്തരമായി പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ വലിയ പ്രസ്ഥാനം ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്. പ്രിയ ബഹുമാനപ്പെട്ട മുത്തലത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സഹകരികളായിട്ട് എന്നോടൊപ്പം വികാരികളെന്നുള്ള പദവിയിലും അതുപോലെ റീജിയൻ ഡയറക്ടറായിട്ടും ചിക്കാഗോയിലെ 2 പദവികളിലെ വികാരിയായിട്ടും ഒക്കെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന പ്രിയ ബഹുമാനപ്പെട്ട എബ്രഹാം ജേക്കബ് മുത്തലച്ചൻ ഏവർക്കും പ്രിയങ്കരനാണ്. ഇവിടെ വീട്ടുകാർക്ക് എന്നതുപോലെ നാട്ടുകാർക്ക് എന്നതുപോലെ അമേരിക്കയിലുള്ള ജ്ഞാനായ സമൂഹത്തിന് മാത്രമല്ല സിറോള രൂപതയ്ക്ക് അഭിമാനവും അഭിമാനവും സന്തോഷവും പകർന്നുകൊണ്ട് ചൈതന്യം പകർന്നുകൊണ്ട് ഉത്തേജനം പകർന്നുകൊണ്ട് സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛനോടത്തിന്റെ പ്രവർത്തന ശൈലിയെപ്പറ്റി വിശേഷിപ്പിക്കുമ്പോൾ എങ്ങനെ ഇതെല്ലാം സാധിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതമായ ചിന്തയാണ് അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ഉണ്ടാവുക. ഒരു എന്തുമാത്രം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറാവുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന്, കുടുംബ ജീവിതത്തിൽ നിന്ന്, സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദൂഷ്യം ചെയ്യുന്ന ആ മദ്യത്തെയും അതിനനുബന്ധമായ മറ്റ് ദുശ്ശീലങ്ങളെയും മാറ്റി നിർത്താൻ നമ്മൾ തയ്യാറാകുമ്പോഴേ നമ്മുടെ ജീവിതം ക്രൈസ്തവമായി തീരുന്നു, നമ്മുടെ കുടുംബം ക്രിസ്തീയമായ ചൈതന്യമുള്ളതായി തീരുന്നു, സ്നേഹത്തിന്റെ പ്രേക്ഷിത രംഗമായി തീരുന്നു. ഈ സഭയിലെ സഭയിലെ പ്രേക്ഷിത വർഷം ആചരിക്കുന്ന ഈ അവസരത്തിന് ഇതൊരു പ്രേക്ഷിത ദൗത്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മദ്യത്തിന്റെ വിപത്തിനെ മാറ്റി നിർത്തുവാൻ സഹായകമായ രീതിയിൽ അഗാപ്പെ മദ്യവിരുദ്ധ പ്രസ്ഥാനം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ കർമ്മങ്ങളിലും ഈ ഉദ്ഘാടന സമ്മേളനത്തിലും ഔദ്യോഗികമായി സംബന്ധിക്കാൻ സാധിച്ചതിൽ ക്ഷണിച്ചിട്ടുള്ള നന്ദി മുത്തോളത്തിനോടും അതുപോലെ ഡെപ്യൂട്ടിനോടും ഇതിന്റെ KSSന്റെ പ്രവർത്തകരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഔദ്യോഗികമായി അഗാപ്പെ മദ്യവിരുദ്ധ പദ്ധതി പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലൂടെ മാത്രമല്ല
മധ്യ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് നിശബ്ദമായ ഒരു ചലനമാക്കി മാറ്റുവാൻ ഉദ്ദേശിക്കുന്ന മദ്യവിമുക്ത പദ്ധതിയുടെ അഗാപ്പെ മൂവ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതിയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭ്യുദയ ജേക്കബ് അങ്ങാടിത്തെ പിതാവിനെ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. ഇപ്പോൾ കോട്ടയം അതിരൂപതയുടെയും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തകരുടെയും അടുത്ത സുഹൃത്തായിരിക്കുന്ന ബഹുമാന്യനായ റവന്യൂ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. 6 വർഷം മുമ്പ് ചൈതന്യ കാർഷിക മേളയിൽ വെച്ച് മന്ത്രിയായിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴാണ് സാറിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ആത്മാർത്ഥത മുഖമുദ്രയാക്കിയ വ്യക്തിയാണ്. ഇപ്പോൾ തിളക്കമാർന്ന പ്രവർത്തനം നടത്തിക്കൊണ്ട് കേരള സംസ്ഥാനത്തിലെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പേരെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാർ ഇതിനോടകം ശതാബ്ദിയോട് അനുബന്ധിച്ച് മേഖലകളിൽ നടത്തിയ കർഷക ദമ്പതി സംഗമങ്ങളിലും അതോടൊപ്പം കോട്ടയത്ത് നടത്തിയ മറ്റ് പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയുണ്ടായി. സാറ് ഉപരകത്ത് വെച്ച് ഒരു സങ്കടം പറയുന്നു. അത് ദമ്പതികളുടെ സംഗമമാണെന്ന് അറിയില്ലായിരുന്നു, അങ്ങനെയായിരുന്നു ഭാര്യയും കൂടെ കൊണ്ടുവരുമായിരുന്നല്ലോ എന്ന്. ഇന്ന് ഭാര്യ ആൾക്കാരെയൊക്കെ വീട്ടില് സമാശ്വസിപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇടയ്ക്ക് വീണ്ടും വിളിച്ചപ്പോഴും സാറ് അവിടുന്ന് ചാടിപ്പോന്നിരിക്കുക. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും കാണാൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ഭാര്യ അവരെയൊക്കെ അത്യാവശ്യം ആശ്വസിച്ച് നിർത്തുകയാണ്. നമ്മോട് സംസാരിച്ച് നമ്മുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സാറിന് ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട്. ഇവിടെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും അതിരൂപതയുടെയും അടുത്ത സുഹൃത്തായി പ്രവർത്തിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാറിനെ എല്ലാവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. സാറ് കാലത്തത് SLF എന്ന സംഘടനയുടെ സംസ്ഥാന തലത്തിലെ വികലാംഗ ക്ഷേമത്തിന് വേണ്ടിയുള്ള റിസോഴ്സ് സെന്റർ ആയിട്ടായിരിക്കും ഈ സെന്റർ പ്രവർത്തിക്കുക. അതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടന കർമ്മം. രണ്ടാമത് സെൻസ് ഇന്റർനാഷണൽ എന്ന അന്ധബധിര രണ്ടും ഒരുമിച്ച് ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേക ഫോക്കസ് നൽകുന്ന സെൻസ് ഇന്റർനാഷണലിന്റെ സൗത്ത് ഇന്ത്യയിലെ പരിശീലന കേന്ദ്രമായിട്ട് ഈ സമരൻ സെന്ററിനെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അവർ അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണവും ചെയ്തു തരും. ആ പദ്ധതിയുടെ ഉദ്ഘാടനം. മൂന്നാമത് ചൈതന്യ കമ്മ്യൂണിറ്റി കോളേജിന്റെ സ്റ്റഡി സെന്റർ ആയിട്ട് ഈ സമരൻ റിസോഴ്സ് സെന്റർ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്ന വിവിധ പദ്ധതികൾ ഇതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ നിർവഹിക്കുക. സാറിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളോട് സംസാരിച്ച് ഉദ്ഘാടന ബഹുമാന്യനായ അധ്യക്ഷൻ, അഭിനന്ദ മാധ്യമങ്ങളിൽപ്പെട്ട് ഇപ്പം മദ്യവിമുക്ത പദ്ധതി ഉദ്ഘാടനം ചെയ്ത മാർ ജേക്കബ് അങ്ങാടിയത്തെ പിതാവ്, നമ്മളുടെ ഈ വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി MP, ശ്രീ മോൻസ് ജോസഫ് MLA, ശ്രീ ബോബി കീക്കോലി, നമ്മളുടെ പ്രിയപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ രാജഗോപാൽ, ഈ സമ്മേളനത്തിൻ്റെ ആമുഖ സന്ദേശം നൽകിയ മോൺസിഞ്ഞോർ എബ്രഹാം മുത്തലത്ത് അവരുടെ, ബഹുമാന്യനായ നമ്മുടെ ഇപ്പോൾ സ്വാഗതം ആശംസിച്ച ഫാദർ മൈക്കിൾ വെട്ടിക്കെട്ട് അവരുടെ, ഇവിടെ കൃതജ്ഞത പറയുന്ന റവറൻഡ് ഫാദർ ജിന്നൂക്കർ അവരുടെ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ, നമ്മുടെ വിശിഷ്ടാതിഥികളായ മറ്റ് സഹോദരങ്ങൾ, ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നമ്മളുടെ മൈക്കിൾ അച്ഛൻ എന്ത് പറഞ്ഞാലും അതൊരു 4 നാവോട് കൂടിയും 100 ഹൃദയത്തോടും കൂടിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സത്യം പറഞ്ഞാൽ സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിലേക്ക് സമർപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത്ര മനോഹരമായി ഒരു കാര്യത്തെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ദൈവിക കൃപയോട് കൂടി നിൽക്കുന്ന മൈക്കിളത്തിൻ്റെ പദത്തിൽ നിന്ന് ഞാനൊരു അനുബന്ധം കൂടി ചേർക്കാൻ ആഗ്രഹിക്കാം. നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള
നമ്മുടെ സമൂഹം വളരെ വളർന്ന് മുന്നോട്ട് പോയവരുമുണ്ട്, വളർച്ചയിൽ എത്താൻ കഴിയാത്തവരുമുണ്ട്, ഒരു ശരാശരി രൂപത്തിൽ എത്തുന്നവരുമുണ്ട്. സത്യത്തിൽ ഈ സമൂഹത്തിൽ അവർക്കെല്ലാം തുല്യസ്ഥാനം കിട്ടേണ്ടതല്ലേ? പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് പിന്തള്ളപ്പെട്ടു പോകുന്ന ആളുകൾ, സൈഡ് ലൈൻ ചെയ്തു പോകുന്ന ആളുകൾ, ആ സമൂഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ശ്രദ്ധയും ശ്രമവും വേണം. ഞാൻ നമ്പൂതിരി പിതാവ്, മുലക്കാട്ട് പിതാവ് പങ്കെടുത്ത കുമരകത്തെ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞൊരു പരാതിയെക്കുറിച്ച് അച്ഛനോട് സൂചിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എന്തോ ഒരു കാഴ്ചപ്പാടുള്ള ഒരു സമീപനമാണ്. എന്താ കുടുംബത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ശാന്തതയാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയെങ്കിൽ ആ കുടുംബത്തിലെ കുട്ടികൾക്കും ആ രൂപത്തിൽ വളർന്ന് മുന്നോട്ട് പോകണം എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ കുടുംബത്തെ ശാക്തീകരിക്കുന്നതാണ് ഏറ്റവും പ്രഥമമായ കടമ എന്ന് ഞാൻ കാണുകയാണ്. ആ പരിശ്രമത്തിലാണ് കുമരകത്ത് ഞാൻ പങ്കെടുത്ത യോഗത്തിൽ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. കുടുംബം നന്നായാൽ സ്വാഭാവികമായും സമൂഹം നന്നാവും. കാരണം അതിൻ്റെ മുളച്ചു വരുന്ന ആ മുള എപ്പോഴും നന്മയിലേക്കാണ് പോകുന്നത് എങ്കിൽ സമൂഹത്തിനെന്നും അത് ഒരു സമ്പത്തായി മാറും എന്നുള്ളത് കൊണ്ടാണ് അതുപോലുള്ള സമീപനമെടുത്തത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് കുടുംബത്തെ ശാക്തീകരിച്ച് സമൂഹത്തെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്നുള്ള സമീപനം എടുക്കുന്നതോടൊപ്പം സമൂഹത്തിൽ പിന്തള്ളപ്പെടുന്ന ആളുകൾ, പാർശ്വവൽക്കരിക്കുന്നവർ, അവരെ ഒപ്പം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കരുണാർദ്രമായ മറ്റൊരു നടപടി കൂടിയാണ്. ആ നടപടിക്കാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. അന്ധരായിട്ടുള്ള ആളുകൾ, വികലാംഗരായിട്ടുള്ള ആളുകൾ, അങ്ങനെ പ്രത്യേക ഒരു പരിരക്ഷ സമൂഹം നൽകണമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സമരിറ്റൻ റിസോർട്ട് സെന്റർ ആയി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ പോകുന്നത്. അർത്ഥത്തിലും ഈ സമൂഹത്തെ സഹായിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുവാൻ ഞാൻ അവസരമെടുക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നതേയില്ല. കാരണം ഒരു യോഗത്തിന്റെ മധ്യത്തിൽ കയറി വന്ന് ഒരു പ്രാസംഗികൻ ദീർഘമായി പ്രസംഗിക്കുന്നത് സ്വാഭാവികമായി ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു അതിർത്തി നിങ്ങളുടെ മുഖത്ത് ദർശിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതെത്തുന്നത് വരെ ഞാൻ കിട്ടുന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകം നേരുന്നു. നല്ല രൂപത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകട്ടെ, ഇതിനെല്ലാം വിജയവും ഉണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, നാളത്തെ നമ്മുടെ കുട്ടികളെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത, ആ ചിന്ത ഇന്നിവിടെ തുറക്കുന്ന ഈ നല്ല വീഥികളിലൂടെ പോകുവാൻ അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഫലമേൽപ്പിച്ച ഈ വർഷത്തെ ഇവിടെ സമരിറ്റൻ പദ്ധതികളുടെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. കുമരകത്തെ കർഷക സംഘം ദമ്പതി സംഗമം കഴിഞ്ഞപ്പോൾ തിരക്കിട്ട് 3:30 പോകാൻ തുടങ്ങിയപ്പോൾ സാറ് ഊണ് കഴിച്ചിട്ടില്ല എന്ന് പേഴ്സണൽ സ്റ്റാഫിൽ ഞാൻ അറിഞ്ഞിരുന്നു. ആശംസാപ്രസംഗത്തിനായി നമ്മളുടെ ശ്രീ ജോസ് കെ മാണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സമരിറ്റൻ റിസോഴ്സ് സെന്ററിന്റെ ഈ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ അത്യധികമായ സന്തോഷമുണ്ട്. സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ചുമതല. നമ്മുടെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ഉയർത്തിപ്പിടിക്കുന്നതും ഇത് തന്നെയാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഓരോ പൗരനും ഉറപ്പുവരുത്തുക എന്നതാണ്. ഇത് സ്വന്തം ജീവിതത്തിൽ മാതൃകയാക്കിയിരിക്കുകയാണ് ഏറ്റവും ബഹുമാന്യനായ എബ്രാഹിം മുത്തവല്ലച്ചൻ.
നമുക്കറിയാം, ഇന്ന് ബഹുമാന്യനായ അഭിമന്യ തിരുമേനി സൂചിപ്പിച്ച പോലെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ടു ബെയർ വിറ്റ്നസ് ടു ക്രൈസ്റ്റ്, അതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഇന്നൊന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ സംരംഭം. യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ ചെറിയവന് ഒരു സഹായം ചെയ്യുമ്പോൾ അത് എനിക്ക് ചെയ്യുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വളരെയധികം ജനവിഭാഗങ്ങളുണ്ട്. ആ ജനവിഭാഗത്തിനെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ പോകേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലമായി കോട്ടയം രൂപതയുടെ സെന്റിനറി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. ഈ 30-ാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് പ്രതിഭ പട്ടേൽ അവര് ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അഭിമന്യ തിരുമേനിയും മറ്റ് നേതാക്കളുമാരുമായി പ്രസിഡന്റിനെ ക്ഷണിക്കാൻ പോയപ്പോൾ വിവിധ പരിപാടികൾ ഈ സെന്റിനറി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് രൂപത ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അവിടെയൊക്കെ ഓരോ പരിപാടികളും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സാമൂഹ്യ സേവനം നടത്തുന്ന പരിപാടികളാണ് രൂപത മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ സംരംഭവും ഇന്ന് KSSുമായി ബന്ധപ്പെട്ട് കോട്ടയം സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അതിന് നേതൃത്വം കൊടുക്കുന്ന മൈക്കിൾ അച്ഛൻ, അദ്ദേഹത്തിന്റെ ആ സംരംഭത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന വിവിധ പരിപാടികൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്, ബഹുഭൂരിപക്ഷം ആളുകളും അത് ഹൈന്ദവ സഭയിൽ നിന്നും മറ്റു സഭയിൽ നിന്നും സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. ജാതി മതഭേദമില്ലാതെ ഈ സമൂഹത്തിൽ തട്ടിലുള്ളവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം ഇന്ന് കോട്ടയം രൂപത നടത്തുന്നു. അതിന് മറ്റുള്ളവർക്ക് പോലും മാതൃകയായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് മൈക്കിൾ അച്ഛനെയും അതോടൊപ്പം മുത്തോളത്ത് അച്ഛനെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മോൻസ് ജോസഫ് MLA ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഷിക്കാഗോ രൂപതയുടെ വികാരി ജനറൽ കൂടിയായ മോൺസിഞ്ഞോർ എബ്രഹാം മുത്തോളത്തച്ഛൻ, KSSന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഫാദർ മൈക്കിൾ വെട്ടിക്കാടച്ഛൻ, സ്നേഹം നിറഞ്ഞ കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രിയമുള്ള ശ്രീ രാജഗോപാൽ IPS, ഇടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയമുള്ള ശ്രീ ബോബി മാത്യു, പ്രിയപ്പെട്ട ബോബിച്ചൻ, സ്നേഹം നിറഞ്ഞ ഫാദർ ബോബി മണലിൽ, ഫാദർ ജിനു കാവിൽ, സ്നേഹം നിറഞ്ഞ ശ്രീ GK മുത്തുലത്ത്, ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭ്യുദ്ധരായ മറ്റ് വൈദിക സിസ്റ്ററെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി സമരിറ്റൻ റിസോഴ്സ് സെന്റർ എന്ന നിലയിൽ അതിരൂപതയുടെ